കേരള സംസ്കാരത്തിൽ നാട്ടാനകൾക്ക് ഒരു പ്രമുഖ പങ്കുണ്ട്. അലങ്കരിച്ച ആനകളെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള പ്രാചീന ആചാരമാണ്. ഇതുകൂടാതെ ആനയോട്ടം, ഗജമേള തുടങ്ങി ആനകളെ കേന്ദ്രമാക്കിയുള്ള ചടങ്ങുകളുമുണ്ട്. ഇതിനു പുറമെ കൂപ്പിൽ തടി പിടിക്കുന്ന ജോലിക്കും ആനകളെ ഉപയോഗിച്ചു വരുന്നു. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇത്തരം സവിശേഷതകൾ അറിഞ്ഞുകൊണ്ട് അവലംബിക്കുന്ന പരിപാലന രീതികൾ അവയ്ക്ക് കൂടുതൽ സുഖം പ്രദാനം ചെയ്യും. അവയുടെ ജീവിത രീതിക്ക് അനുയോജ്യമായ പരിപാലന രീതികൾ സ്വീകരിച്ചാൽ ആനയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും ആനയിടഞ്ഞുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. കാട്ടിലാണെങ്കിൽ ആനകൾ 20 മണിക്കൂറോളം തീറ്റിയെടുക്കാറുണ്ട്. അതുപോലെ നാട്ടിലും അവയ്ക്ക് ആവശ്യത്തിന് തീറ്റ നൽകണം. തെങ്ങിൻ്റെ ഓലയും പനമ്പട്ടയുമാണ് സാധാരണ നൽകാറുള്ളത്. തീറ്റ പരിമിതപ്പെടുത്തുന്നതും ദീർഘനേരം ആഹാരം കൊടുക്കാതെ ഇരിക്കുന്നതും ആനകൾക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കും. ആനയ്ക്ക് ഇഷ്ടമനുസരിച്ച് വെള്ളം കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. ഏകദേശം 250 ലിറ്ററിലധികം വെള്ളം പ്രായപൂർത്തിയായ ആനയ്ക്ക് ആവശ്യമാണ്. കുടിക്കുവാനായി കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ശുചിത്വം ഉറപ്പുവരുത്തേണ്ടതാണ്. ആനകൾ കിലോമീറ്ററുകൾ നടക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ തളച്ചിടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഉത്സവ സമയങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ നിർത്തുവാൻ ശ്രമിക്കുന്നത് ആനകൾക്ക് ഇഷ്ടക്കേടുണ്ടാക്കും. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ആനകളിൽ ഒന്നാണ് മണിമല സുന്ദരി എന്ന ഈ ആന. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണിമല സുന്ദരിയുടെ കൂടെയാണ്. ഒന്നമ്പഴയാണ് സ്ഥലം. എൻ്റെ പ്രധാനപ്പെട്ട ആശാന്മാരാണ് ശ്രീ അനീഷും അതുപോലെ സാജൻ ചേട്ടനും. അപ്പോൾ മണിമല സുന്ദരിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് പാപ്പാനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം അനീഷേട്ടാ. സാജേട്ടാ നമസ്കാരം. ഈ മണിമല സുന്ദരി ഈ ആനയുടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാം. ഞാനല്ല ഇതിൻ്റെ പാപ്പാൻ. നമ്മുടെ മണിമല ലാൽച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ പാപ്പാൻ. നമ്മുടെ ആശാനാണ്. പുള്ളിയാണ് ഇതിൻ്റെ പാപ്പാൻ. പുള്ളി 16 കൊല്ലമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ആനയാണ്. പുള്ളിയെ കൂടി ഇതിൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി എന്നോട് കാണുന്നതാണ്. പുള്ളി അതിനെ കൊണ്ടുവന്നില്ല. വലിയ കാര്യങ്ങൾ വഴക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള വയസ്സൊന്നും ഇല്ലാത്തൊരാനയാണ്. പാവൊരാനയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്നത് ചെറിയ ചെറിയ പണികളും ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഒന്നാമത്തെ പാപ്പാൻ ലാലിച്ചേട്ടനാണ്. ഇത് മണിമല എന്ന് പറയുമ്പോൾ മണിമലയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വാളക്കയം തോമസ് കുട്ടിച്ചേട്ടൻ്റെ ആനയാണ്. ഇത് 16 കൊല്ലമായിട്ട് ലാലിച്ചേട്ടനാണ് ഇയാളുടെ ചുമതലക്കാരൻ. അനിച്ചേട്ടൻ അതിൻ്റെ കൂടെ വന്നിട്ട് എത്ര? 2 കൊല്ലമായിരുന്നു. 2 കൊല്ലമായിരുന്നു. ഇതിനു മുമ്പ് ഏത് ആനയുടെ കൂടെ ആയിരുന്നു? ഞാൻ അർജുനാന എന്ന് പറയും, പുത്തങ്കുളം അർജുൻ എന്ന് പറയും, അതിൻ്റെ കൂടെയായിരുന്നു. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് 2 കൊല്ലമായത്. ഇപ്പം ഇതിനോടായിട്ട് 2 കൊല്ലമായി. ഞാനിപ്പം പുള്ളിയുടെ ചുമതല ഞാൻ കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി അതിൻ്റെ ചുമതലക്കാരൻ. എങ്ങനെയൊക്കെയാണ് ഈ ആനയുടെ ഈ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ്? രാവിലെ മുതലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. നമ്മൾ പണിക്ക് പോവുകയാണെങ്കിൽ ഒരു 10-12 കൈ പനകൈ, ഒരു ദിവസത്തെ ഒരു തീറ്റ ഒരു 12 പനകൈ നമ്മളത് സ്ഥിരമായിട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് ആഹാരത്തിന് വെള്ളവും അതൊക്കെ എന്താണോ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കും. അത് ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ പണിയാണെങ്കിൽ എന്തായാലും ഒരു ഉച്ചയാകുമ്പോൾ നിർത്തും. ഒരു 12 മണിയാകുമ്പോൾ നിർത്തും. 12 മണി നിർത്തി ഒരു 2-3 പനകൈ ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളം കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഉള്ളതുപോലെ നമ്മളങ്ങ് കൊടുക്കുക. അപ്പം ഇതിന് വേറെ എന്തെങ്കിലും കുസൃതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുസൃതി എന്തെങ്കിലും കാണിക്കുക അങ്ങനെ കുഞ്ഞു കുസൃതികളുള്ളൂ. അല്ലാതെ വേറെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയൊന്നും ഇല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു മണിമല. എനിക്ക് തോന്നുന്നു ഈ മണിമല പ്രദേശത്തുള്ള എല്ലാവരും വന്ന് ആനയെ പിടിക്കുകയും അതിന് നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എവിടെ ചെന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് നല്ലൊരു സൗഹൃദമാണ് ആനയ്ക്ക്. അപ്പം ഇതിൻ്റെ എഴുന്നള്ളത്തും അതൊക്കെ എങ്ങനെയാണ്? എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിപാടിക്കൊന്നും അങ്ങനെ വലിയ കുഴപ്പമുള്ള ആനയല്ല. അല്ല.
പിള്ളേരൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇണങ്ങും. എല്ലാവരുമായിട്ടും ആന നോർമലി കുഴപ്പമില്ലാത്ത ആനയാണ്. അതുപോലെ തന്നെ അനീഷേട്ടന് വർഷങ്ങളായിട്ട് ആനയ്ക്ക് വേണ്ടി നടക്കുവാണ്. ഞാനിപ്പോൾ ഒരു 14 കൊല്ലമായിട്ട്. 14 കൊല്ലം. ആരാണ് ഗുരുനാഥൻ? ആരാണ്? എൻ്റെ ആശാൻ എന്ന് പറഞ്ഞാൽ ഹരി, മല്ലപ്പള്ളി ഹരി. മല്ലപ്പള്ളി. അതൊക്കെ പറ്റി 2 വാക്ക് പറയാം. എൻ്റെ ചേട്ടനാണ് ആശാൻ എന്ന് പറഞ്ഞാൽ. അത് ചങ്കാണ്, അതിൽ കൊണ്ടൊന്നും പറയാനില്ല. പുള്ളിയാണ് നമ്മളെ ഈ ഒരു പണിക്ക് ഇറക്കി വിട്ടത്. ഒന്ന് ആനയെ കാണാൻ പോയി, അങ്ങനെ പുള്ളിയോട് കൂടി പുള്ളിയായി പണി പഠിപ്പിച്ചു. നമ്മളൊരു ആനയെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ സാധാരണക്കാർക്ക് അറിയത്തില്ല. ആനയെ കൊണ്ടുവരുമ്പോൾ അവർ ഭയങ്കര കൗതുകത്തിലൂടെയാണ് അതാണ് എല്ലാവർക്കും ഉള്ളത് ഇത് വരുന്നത്. ആനയെ നല്ലൊരു അനുഭവത്തോടെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഓടി വന്ന് സെൽഫി എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആനക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആനയെ നമ്മൾ പരിപാലിക്കുന്ന രീതിയിൽ ഇത് കാണുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? കഴിവതും പുറമേക്കാർ ആന എടുക്കാൻ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളതിൻ്റെ കാര്യം നോക്കും, ചെയ്യും. പുറമേ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിനെല്ലാം നമ്മൾ പിന്നെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ദൈവത്തെ ഓർത്ത് ആന എടുക്കോട്ട് ആരും വരാതിരിക്കുക. പാപ്പാൻ്റെ അനുവാദം കൂടാതെ നമ്മുടെ അനുവാദം ഇല്ലാതെ ആരും ഒരു സാധനം പോലും ആനയ്ക്ക് കൊടുക്കാതിരിക്കും. ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് കൈപ്പണകളാണെങ്കിൽ കുറച്ച് കൊടുക്കുക. അല്ലെ അത് അതിൻ്റെ ചെയ്യേണ്ട ക്രമങ്ങളുണ്ട്. ആനക്കാർക്കായിട്ടുള്ളവർക്ക് അറിയാം. നമ്മളങ്ങനെ വലിയ ആനക്കാരൊന്നുമല്ല. ഇത് കാണുന്നവരും കേൾക്കുന്നവർക്കും എന്തായാലും അറിയാം. ഇതെന്തായാലും കാണുന്നവർക്ക് കേൾക്കുന്നവർക്കും അറിയാം. നമ്മളതിൻ്റെ ക്രമത്തിന് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചില സമയങ്ങളിൽ 10-15 ദിവസങ്ങളിൽ നീതി കിട്ടും. ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേസില്ല. ആണെങ്കിൽ കോളൊക്കെ ആവും, കണ്ണൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കേസൊക്കെ ഉണ്ട്. പുറത്തിരിക്കുന്നവരൊക്കെ ഓടിക്കും, അങ്ങനെയൊക്കെയാണ്. അത്രയുള്ള കേസേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വേറെ ഉപദ്രവമൊന്നുമില്ല. ഇതിൻ്റെ ആനയെ കുളിക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ മണിമലയാറ്റിലാണ് ആനയെ കുളിപ്പിക്കാറ്. മെയിനായിട്ട് ആനയെ കിടത്തി കഴിയാൽ വനക്കെട്ട് നോക്കി അങ്ങോട്ട് കഴിക്കുക. ഒരു സൈഡ് കഴിയുക ആന ഇരണ്ട വിടുന്നത്. അതാണ് നമ്മുടെ രീതി. ഒരു സൈഡ് ആന കഴുകി തീരുമ്പോൾ ആന ഇരണ്ട വിടണം. അതാണ് നമ്മൾ എൻ്റെ ആശാന്മാരെ. എൻ്റെ മല്ലപ്പള്ളി ഹരിച്ചെന്നാണ് എൻ്റെ ആശാൻ. പുള്ളിയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ മനോജ്, മയിൽ മനോജ് എന്ന് പറയും. മയിലെന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അത് പുള്ളി മല്ലപ്പള്ളിയുള്ളതാണ്. ഇവരൊക്കെയാണ് നമ്മൾ ആശാന്മാർ. ഇവരാണെന്ന് പറഞ്ഞു തന്നായിരുന്നു. ആശാന്മാരിപ്പോൾ ഏതൊക്കെ ആനയാണ് കൊണ്ടുവരാൻ? അതായത് പുത്തമ്പളം അർജുനാനെയാണ് എൻ്റെ ആശാൻ ചേർന്ന് ഹരിക്കാണ്. ഹരി എന്ന് പറയും, മല്ലപ്പള്ളി എന്ന് പറയും. അതുപോലെ തന്നെ മനോജേട്ടൻ ചേർന്ന് കുഞ്ഞലക്ഷ്മിയാണ്, കോട്ടയ്ക്കാട് കുഞ്ഞലക്ഷ്മിയാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ ആശാന്മാർ. അതുപോലെ തന്നെ എനിക്ക് പറയുന്നതൊക്കെ വലിയ ആളൊന്നും അല്ല, എങ്കിലും പറയാം മോനായി. മോനായി എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് എവിടെയുള്ള? മല്ലപ്പള്ളി ഉള്ളതാണ് മോനായി. മോനായി ചേട്ടൻ എന്ന് പറയും. അത് ഏതാണ് മണ്ടയ്ക്കിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ്. അതെ, പണ്ടുള്ളവർ എൻ്റെ അച്ഛനാകാനാണ്. ഞാൻ അങ്ങനെ ഈ പുള്ളി ഇറങ്ങിയതാണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറഞ്ഞു. അദ്ദേഹം ആന പണി ചെയ്ത് പ്രശസ്തമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പറ്റി അതായത് ഈ യൂട്യൂബും മൊബൈലും ഒക്കെ വരുന്നതിന് മുമ്പേ അച്ഛൻ ആന കയറിക്കൊണ്ടതാണ്. നമ്മളാ ഒരു എന്തോ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചാടിപ്പോയതാണ്. എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ് എൻ്റെ ആശാൻ. എൻ്റെ അച്ഛൻ്റെ കൂടെ പണി പഠിച്ച ആളാണ് എൻ്റെ ആശാൻ. പല കൊമ്പനാനകളെയും നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ കൊണ്ടുനടക്കുന്ന പിടിയായാണെങ്കിൽ പോലും എൻ്റെ അച്ഛൻ കൊണ്ടുനടന്നല്ല കൊമ്പനാന ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പം അച്ഛനെ പറ്റി ചോദിച്ചാൽ പറയാൻ വാക്കുകളില്ല. നല്ലൊരു ആനപ്പാപ്പം തന്നെയായിരുന്നു. തീർച്ചയായും എനിക്ക് ആദ്യം കൈകാര്യം ചെയ്യുന്നത് മല്ലപ്പള്ളി മനോഹരനാണ്. മയിലെന്ന് അറിയപ്പെടുന്നത് ആളാണ്. നമ്മളെ ആദ്യം ഈ ഫീൽഡിൽ ഹരിച്ചണ്ണാണ് ശിഷ്യ. ആശാനാണെങ്കിൽ പോലും പുള്ളിയാണ് നമുക്ക് ആദ്യം ഒരു സ്വാതന്ത്ര്യമായിട്ട് ആനെ കൈകാര്യം ചെയ്യാൻ ആ ഒരു മേഖലയിലാണ് നമ്മൾ ഈ പണി ഉറച്ചത്. ഒരാനയെ ബന്ധവസാക്കി വേണം ഒരു പരിപാടി സ്ഥലത്ത് കൊണ്ടുപോകാൻ. അതായത് എന്തെങ്കിലും ഒരു ഉണ്ടാവുമെന്നല്ല, ഉണ്ടായിപ്പോയാൽ പോലും നമ്മളെപ്പോഴും അതിനൊരു കരുതലോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പൂരപ്രേമികൾ അല്ലെങ്കിൽ ആനയെ പ്രിയമുള്ള ആൾക്കാരെല്ലാം ഓടി വന്ന് ആനയെ തൊടുകയും ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ആ സാഹചര്യം സന്ദർഭം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആന എപ്പോഴും ബന്ധവസായിരിക്കും. അപ്പോൾ ഞാൻ വന്നപ്പോൾ മുതൽ നമ്മുടെ മണിമല ഏരിയ വന്നു കഴിഞ്ഞാൽ മണിമല സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എല്ലാ കുട്ടികളും നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടു. ഒത്തിരി കുട്ടികൾ ഇവിടെ വന്ന് ആനയെ വന്ന് തൊടുകയും അതിന് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും നല്ലൊരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം അത്രയ്ക്ക് നല്ലൊരു ആൾക്കാരുമായിട്ട് നല്ലൊരു അടുപ്പമുള്ള ഒരു ആനയാണ്. എൻ്റെ അറിവ് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അറിവ് 2 വർഷമായിട്ട് ഈ ആനയ്ക്ക് പിള്ളേർ വരുന്നില്ലായിരുന്നു. ഈ ആനയ്ക്ക് പിള്ളേരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട് താഴെ തൊട്ട് ഇരിക്കുന്നതിന് തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഇവിടെ വന്ന് ഈ പിള്ളേരെല്ലാം ആയിട്ട് ഞാനാണ്
ഞാൻ പിള്ളേരും ഒക്കെ ആയിട്ടൊരു ആൾക്കാരുമായിട്ടൊരു ഒരു സൗഹൃദം സൗഹൃദം ഉണ്ടാക്കിയത്. ഇപ്പോൾ യാതൊരു വിഷയമില്ല. അനീഷേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് മോളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ മരിച്ചത് ചാനക്കാരാണ് മരിച്ചത്. മക്കൾ എത്രയിൽ പഠിക്കുകയാണ്? എൻ്റെ കുഞ്ഞൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ അനീഷേട്ടനെ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാണ് സാഞ്ചേട്ടൻ. സാഞ്ചേട്ട ഈ ആനയുടെ കൂടെ വന്നിട്ട് എത്ര നാളാണ്? ഞാനിപ്പോൾ വന്നിട്ട് 4 മാസമായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സുന്ദരിയെ പറ്റിയുള്ള ഒരു അഭിപ്രായം? നല്ലതാണ്. ഇവിടെ അടുത്ത് നമ്മൾ കണ്ടെങ്കിൽ കൊള്ളാമെന്ന് എൻ്റെ കൂടുതൽ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു ആനയാണ്. അത് കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വേറൊരു ആദ്യമായിട്ടാണ് ഈ പഠിച്ചത്. ഞാൻ എൻ്റെ ഒരു കൂട്ടത്തിൽ കൊണ്ടുപോയാണ്. ഞാനൊരു 14 കൊല്ലമായിട്ട് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ആനയോടുള്ളൊരു സംഭവം താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് എൻ്റെ അച്ഛൻ്റെ കൂടെ പുള്ളി 1-2 ദിവസങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ട്, ഈ പരിപാടിക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂടെ വരുന്നത് അനീഷേട്ടൻ്റെ അച്ഛൻ്റെ കൂടെ അന്ന് സാഞ്ചേട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആനയെ പരിപാലിക്കാനും ആനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇവിടെ ഒരു ആന വന്നാലും അദ്ദേഹത്തെ അതിൻ്റെ മട്ടമൊക്കെ നോക്കി ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അനീഷിൻ്റെ അച്ഛനെ കൊണ്ട് ആനയെ കെട്ടിയ സ്ഥലമാണ്. പിന്നീട് ഞാനാണ് ആനയെ കെട്ടത്. അതെ അതെ. അങ്ങനെ നമ്മളുമായിട്ട് ഒരു ബന്ധമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പുള്ളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ആഹാര കാര്യങ്ങളും പുള്ളി എന്തായാലും ചെയ്യും. നമ്മളതിനകത്തൊന്നും തിരക്കേണ്ട കാര്യമില്ല. പുള്ളി മരത്തെ കയറുന്നോ, പുള്ളി വനയെ കയറുന്ന പോലെ ഞാനിതുവരെ കയറിയിട്ടില്ല, എനിക്കറിയത്തില്ല. മണികൾ ലാലിച്ചാണ് എൻ്റെ മെയിൻ പാപ്പൻ. ഞാൻ ഇതിൻ്റെ ഇടത്തട്ടക്കാരനാണ്. ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പുള്ളിയാണ് ചുമതലക്കാരൻ. പുള്ളിക്ക് പ്രായമായി നടക്കാൻ മേലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. വേറെ ഇതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനും ചേട്ടനുമാണ് മെയിനായിട്ടുള്ളത്. ആശാനാണ്, ലാലിച്ചാട്ടനാണ് ഇതിൻ്റെ മെയിനാണ്. മണിമല സുന്ദരിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട ശ്രീ അനീഷേട്ടനും സാഞ്ചേട്ടനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആനയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ആനയുടെ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറവുകളുണ്ടാകാം. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ ആനയുടെ വീഡിയോ എടുക്കുന്നതാണ്. എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.